Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അള്ളാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഉഖ്റവിയായി ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിഷമമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസരങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്താതെ പോവുക, അതല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമുക്ക് നല്ലൊരു ജോലിയുണ്ട്, പക്ഷെ ആ ജോലി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. നല്ല ഒരു വരുമാന മാർഗമുള്ള ആളാണ്, പക്ഷെ വരുമാനങ്ങൾ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ ഗൾഫ് മേഖലകളിലൊക്കെ ജോലി ചെയ്ത ആളുകൾക്കറിയാം, നാട്ടിലേക്ക് വന്ന് തിരിച്ചു പോകാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ ഉദ്ദേശിച്ച ജോലിയിലേക്ക് ഇനി എത്തിപ്പെടാൻ കഴിയില്ല, അവിടെ വേറൊരാള് അവിടെ കയറി. ഇങ്ങനെ നമ്മൾ എണ്ണി പറയുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കാൻ കഴിയും. ദുനിയാവിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ അത് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാവുക. ഇപ്പൊ ഒരു വരുമാനം നഷ്ടപ്പെട്ടു, ഒരാൾ കച്ചവടക്കാരനാണ്, അയാളുടെ കട നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കച്ചവടത്തിലുള്ള വരുമാനങ്ങൾ കുറഞ്ഞു. ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ നഷ്ടപ്പെട്ടതൊക്കെയും ഒരു വേള നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. ദുനിയാവിൽ നഷ്ടപ്പെട്ടത് ജോലി, അത് ചിലപ്പോൾ നമുക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. സമ്പത്ത് ഏതുമാകട്ടെ, ഒരു പരിധി വരെ നഷ്ടപ്പെട്ടതൊക്കെയും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, ജീവിതം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ കണ്ണിലൂടെ നമ്മൾ കാണേണ്ടത് ഇതൊരു അവസരമാണ്. ഇതൊരു അവസരമാണ് എന്ന് പറഞ്ഞാൽ, സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും എപ്പോഴാണ് ഈ ദുനിയാവിൽ അവസരം അവസാനിപ്പിക്കുക എന്നുള്ളത് രേഖപ്പെടുത്തി വെക്കപ്പെട്ട ആളുകളാണ് നമ്മൾ. ഏതു ദിവസം, ഏതു മണിക്കൂർ, ഏതു സെക്കൻഡ് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ആളുകളാണ് എല്ലാവരും, മനുഷ്യരായി പറഞ്ഞ എല്ലാവരും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഖബറിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ ഒരുമിച്ച് കൂടിയ വെള്ളിയാഴ്ച ദിവസം
ഇലാ യൗമിൽ ഖിയാമ നമ്മളിലേക്ക് തിരിച്ചു വരികയില്ല. നമ്മൾ എത്ര പേർ അത് ആലോചിക്കുന്നുണ്ട്? ഇതൊരു സത്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വലിയൊരു ബേജാറിലോ വെപ്രാളത്തിലോ അല്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആയുസ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. ഒരു കച്ചവട സ്ഥാപനം തിരിച്ചു പിടിക്കുന്നത് പോലെ, ഒരു ജോലി തിരികെ പിടിക്കുന്നത് പോലെ നമ്മുടെ ആയുസ്സിനെ നമുക്ക് തിരികെ പിടിക്കാൻ കഴിയും. ഒന്നുകൂടി വിശദമായി പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന ഈ ആളുകൾ, സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ, നമ്മുടെ ആയുസ്സിൽ എത്ര വെള്ളിയാഴ്ചകൾ ഉണ്ട് എന്നുള്ളത് അള്ളാഹു എണ്ണിയിട്ടാണ് തന്നിട്ടുള്ളത്. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി വ്യക്തതക്ക് പറയാണ്, അടുത്ത വെള്ളിയാഴ്ചയുടെ മുമ്പ് ചിലപ്പോ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മളിൽ ആരാണ് അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ കഴിയും. എത്രയോ ആളുകളെ നമ്മൾ ഖബറിലാക്കി തിരിച്ചു പോകുന്നില്ലേ? ഓരോ ദിവസവും പുലരുമ്പോ എത്ര മരണവാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതുപോലെ നമ്മുടെ പേര് വെച്ചൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അത് വരില്ലേ? അത് എന്നാണ് എന്നതിൽ മാത്രമേ അഭിപ്രായമുള്ളൂ. നമ്മളൊക്കെ മരണത്തിന്റെ വരിയിലാണുള്ളത്, ആ ക്യൂവിലാണുള്ളത്. അതിൽ ആരാണ് ഒന്നാമത്തെ ടോക്കൺ എടുത്ത് നിൽക്കുന്നത്, അതിൽ മാത്രമേ നമുക്ക് അറിവില്ലായ്മയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള ജീവിതമാകുന്ന ഈ ഒരു അവസരത്തെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നമ്മൾ എന്തു സമ്പാദിച്ചുവോ അതെല്ലാം ഇവിടെ വിട്ടേച്ചുകൊണ്ട് നമ്മൾ പോവും. നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രമടക്കം ആരഴിക്കുക? നമ്മുടെ പ്രിയപ്പെട്ടവരും ബന്ധപ്പെട്ടവരും നാട്ടുകാരും ചങ്ങാതിമാരും അഴിച്ചു മാറ്റിയിട്ടാണ് നമ്മളെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുക. നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ഒരു യാത്രയുണ്ട്. മരണം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നിന്റെയും അവസാനമല്ല, ഒരു കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ. അങ്ങനെയാണല്ലോ ഇന്നത്തെ ഒരു ലോകത്തിന്റെ ഒരു പ്രത്യേകത. എന്തെങ്കിലും ഒരു മാനഹാനി വരുമ്പോ, മക്കളിലോ സമ്പത്തിലോ കുടുംബത്തിലോ ഒരു മാനഹാനി വരുമ്പോ വേഗം മരണത്തിന്റെ വഴി തെരഞ്ഞെടുക്കും. എന്നാൽ മരണം അതൊരു അവസാനമാണ് എന്നാണ് അവരുടെ ഒരു ധാരണ. മരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവസാനമല്ല, അതൊരു കർട്ടനാണ്, മറ്റൊരു ലോകത്തിലേക്കുള്ള കർട്ടൻ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം കിടന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എത്രമേൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വർക്ക് ചെയ്യണം അങ്ങനത്തെ ഒരു സംവിധാനത്തിന്. അവിടെ ഒരു നേഴ്സ് ഇല്ല, ഒരു കമ്പൗണ്ടർ ഇല്ല, ഒരു ഡോക്ടർ ഇല്ല. 9 മാസം അതിസങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നു. അത് നമ്മൾ പിന്നിട്ടില്ലേ? ഇത് നമ്മുടെ രണ്ടാമത്തെ ലോകമാണ്. പണ്ഡിതന്മാരായ ആളുകളുടെ രേഖപ്രകാരം 3 ഘട്ടങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രം, 2 ദുനിയാവെന്ന് പറയുന്ന ജീവിതം, ഇനി ഒരു 3ാമത്തെ ലോകം നമ്മളെ കാത്തിരിക്കുന്നു. ഈ ലോകത്തിന്റെ പ്രത്യേകത എന്താ? ഇവിടെ അമലുകൾ നമുക്ക് എന്തും ചെയ്യാം. ഇവിടെ ഹിസാബില്ല, ഇവിടെ ദൈവമില്ല എന്ന് പറയാം. ദൈവമില്ല എന്ന് പറയാം. എന്റെ ജീവിതമാണ്, എന്റെ ഇഷ്ടം പോലെ ചെയ്യും, ധാരാ ചോദിക്കാൻ. ഇവിടെ ഹിസാബില്ല. എന്നാൽ 3ാമത്തെ ഒരു ഘട്ടത്തിന്റെ പ്രത്യേകത, അവിടെ അമലില്ല, അവിടെ ഹിസാബ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല ആ ലോകത്തെ കുറിച്ച് സവിസ്തരം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അതിന്റെ ഒരു ചെറിയ ഒരു അളവ് പോലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമ്മളോട് പറഞ്ഞില്ലേ, ഞാൻ വിട്ടേച്ചു പോകുന്നത്, ഈ വിട്ടേച്ചു പോകുന്നതിന്റെ ഈ ശരീഅത്തിന്റെ പ്രത്യേകത എന്താ? ലൈലുഹാ കനഹാരിഹ, അതിന്റെ രാത്രി പോലും പകൽ പോലെ തെളിച്ചമുള്ളതാണ്. അതിലൊരു അവ്യക്തതയില്ല. ഒരു മനുഷ്യനും അതിലെന്തല്ല, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, എല്ലാവരും അങ്ങനെയല്ലേ പറയുന്നത്, അല്ലെങ്കിൽ അയാൾ അങ്ങനെയല്ലേ പറയുന്നത്, അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും വ്യക്തമാണ് അതിന്റെ രാത്രി പോലും പകൽ പോലെ തെളിച്ചമുള്ളതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ലോകത്തിലേക്കുള്ള മുന്നൊരുക്കത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടോ എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ 4 കരച്ചിലുകളുണ്ട്. നമ്മൾ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടി ആശുപത്രിയുടെ ആ ഒരു മുറിയിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ, ഉപ്പ എന്ന് പറയുമ്പോൾ, ഉമ്മ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടിയെ പല സംഗതികൾക്ക് വേണ്ടിയിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോ, ഭാര്യയെ കൊണ്ടുപോയപ്പോ, മാതാപിതാക്കളെ കൊണ്ടുപോയപ്പോ
നമ്മുടെ മനസ്സറിഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആർക്കു വേണ്ടിയുമല്ല ഈ കരച്ചിൽ, അത് നമുക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഫലമില്ലാത്ത ഒരു കരച്ചിലാണ്, ആർക്കാർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തൊരു, ആശ്വസിപ്പിക്കാനും ആരുമില്ല അങ്ങനത്തെ ഒരു കരച്ചിലാണ്. അത് വിശുദ്ധ ഖുർആൻ 4 ഇടങ്ങളിൽ പറഞ്ഞതാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മരണസമയമാണ്. മരണസമയത്തുണ്ടാകുന്ന നമ്മുടെ കരച്ചിലിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് മുഅ്മിനൂനിലെ 100-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗതു ഖാല റബ്ബിർജിഊൻ. അവരിൽ ഒരാൾക്ക് മരണം ആസന്നമാകുന്ന വേളയിൽ അവനതാ പറയുന്നു, റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ നീ ഒന്ന് മടക്കണമേ. മലക്കുകളെ കണ്ടു, ഇതുവരെ നമ്മൾ അവരെ കണ്ടിട്ടില്ല. അപ്പൊ ഉറപ്പായി ഇപ്പൊ മരണം ഇല്ല എന്ന് പറയുന്ന ആരുമില്ലല്ലോ നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ നമുക്കൊരു ബോധ്യപ്പെടലിന്റെ ഒരു കുറവുണ്ട്. മലക്കുകളെ നമ്മൾ കാണുകയാണ്, നമ്മുടെ ദൃഷ്ടിയിൽ കാണുകയാണ്, ഇതുവരെ മലക്കുകളെ കണ്ടിട്ടില്ല. അപ്പൊ ഉറപ്പായി. അപ്പോഴോ ഒരു മനുഷ്യനതാ നിലവിളിക്കുന്നു, റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ നീ ഒന്ന് മടക്കണമേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, അല്ലാഹുവേ ഉപേക്ഷ വരുത്തിയ അമലുകൾ ചെയ്യാനാണ്, സ്വാലിഹായ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാനാണ്. അള്ളാന്റെ മറുപടി എന്താണെന്നറിയോ? ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറുതെയുള്ള ഒരു വർത്തമാനമാണ്. ആലോചിച്ചു നോക്കൂ, 60 കൊല്ലം ജീവിച്ച ആള്, 60 കൊല്ലം ജീവിച്ച ആള് പിന്നെയും യാചിക്കുകയാണ്, അല്ലാഹുവേ സ്വാലിഹായ ഒരു അമലി ചെയ്യാൻ എന്റെ ആയുസ്സിലേക്ക് എന്നെ മടക്കിക്കൊണ്ടായി എന്ന് പറയുന്നതിനെ കുറിച്ച് അല്ലാഹ് പറയുന്നത് അതൊരു വെറും വർത്തമാനമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, 60 കൊല്ലം ആലോചിച്ചിട്ട് ആയുസ് കിട്ടിയിട്ട് മരണത്തെ കുറിച്ച് അവൻ ചിന്തിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നീടുണ്ടോ അവൻ മടങ്ങുന്നു എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മലക്കുകളെ കാണുന്ന സമയത്ത് തന്റെ മുൻപ് കഴിഞ്ഞുപോയ അമലുകളെ കുറിച്ചൊക്കെ അവൻ ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അല്ലദീന തതവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം ഫഅൽഖൗസ് സലമ മാ കുന്നാ നഅമലു മിൻ സൂ. അവർ പറയണം, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആരെ കാണുമ്പോ? അക്രമികളായ ആളുകൾ അവരെ മലായികത്തുകൾ കൈകാര്യം ചെയ്യുന്ന രൂപം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, ആ കാഴ്ചയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവര് പലവിധ ന്യായങ്ങൾ പറയുമെന്നാണ്. പക്ഷെ അതിലുണ്ടോ രക്ഷപ്പെടുന്നു? അതിൽ രക്ഷയില്ല. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും എല്ലാ വെള്ളിയാഴ്ചയും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച സുന്നത്താക്കപ്പെട്ട ജുമുഅക്ക് ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു സൂറയാണല്ലോ സൂറത്തുൽ ജുമുഅ. ആ ജുമുഅയിലും അതേപോലെ തന്നെ മുനാഫിഖൂനിലും എന്താ പറയുന്നത്? പരലോക ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സൂറത്തു മുനാഫിഖൂനിന്റെ അവസാനം എന്താ പ്രിയപ്പെട്ടവരെ? വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കണേ. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗതു, നിങ്ങളിൽ ഒരാൾക്ക് മൗത്ത് വരുന്നതിന് മുമ്പായി, മരണം ആസന്നമാകുന്നതിന് മുമ്പായി. എന്നിട്ടോ ഫയഖൂല, മരണം ആസന്നമാകുമ്പോൾ അവനതാ പറയുന്നു, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ അടുത്തു നിൽക്കുന്ന ഒരു അവധിയിലേക്ക് എന്നെ നീ പിന്തിപ്പിച്ചുകൊണ്ട് അല്ലാഹ് ഫസ്വദ്ദഖ വകും മിനസ് സാലിഹീൻ, അല്ലാഹുവേ ഞാൻ സ്വതക്ക കൊടുക്കാം, സാലിഹീങ്ങളിൽ ഉൾപ്പെടാം അല്ലാഹ് എന്ന് അവൻ വിലപിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ്. മക്കളെ കാണാനോ, മാതാപിതാക്കളോട് അവരൊന്ന് കാണാൻ വേണ്ടിയിട്ടോ, ഭാര്യയോടൊന്ന് യാത്ര പറയാനോ ഒന്നുമല്ല പ്രിയപ്പെട്ടവർ. എത്രയോ ആളുകൾ അവന്റെ മുമ്പിലൂടെ യാചിച്ചു പോയിട്ടുണ്ട്, അപ്പോഴൊന്നും മൈൻഡ് ചെയ്യാത്തൊരു ചിന്ത. എത്രയോ ബാങ്കുകൾ അവന്റെ കാതിൽ അടച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും ഓർക്കാത്തൊരു ചിന്ത മരണവേളയിൽ മനുഷ്യന് വരികയാണ്. എന്നിട്ട് അല്ലാഹു അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ നമുക്കറിയാം എന്ത്? ഒരു നബിക്ക് പോലും, പ്രവാചകന്മാർക്ക് പോലും റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞ ശ്രേഷ്ഠന്മാരായ ആളുകൾ അവരൊക്കെയും ഭൂമിക്ക് മുകളിൽ കഴിഞ്ഞു പോയിട്ടില്ലേ? അവരുടെയൊന്നും അവധി എത്തിയപ്പോ അവർക്ക് ആർക്കും പിന്തിപ്പിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ അവർക്കൊന്നും കൊടുക്കാത്തൊരു ഇളവ് നമുക്ക് കിട്ടുമെന്നാണോ പ്രിയപ്പെട്ടവരെ? ഈ ഒരു നിലവിളി നമ്മളിൽ നിന്നുണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊരു പുതിയ കാര്യമാണ്, ഒരു പുതിയൊരു ഇൽമാണോ? അല്ല.
നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഫദക്കിർ ഇന്നമാഅൻത മുദക്കിർ, ഓർമ്മപ്പെടുത്തണം. അവര് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു നിലവിളി എന്ന് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ വുദിഅത്തിൽ ജനാസതു, ഒരു ജനാസയെ ഇങ്ങനെ എടുത്തു പൊക്കുമ്പോ, ഫഹ്തമലഹ റിജാലു അലാ അനാഖിഹിം, ആ ജനാസയെ ആളുകൾ ഇങ്ങനെ ചുമലിൽ വെക്കുമ്പോ, ഫൈൻ കാനത്തു സാലിഹ, ആ ജനാസ സാലിഹാണെങ്കിൽ കാലത്ത് ആ മയ്യിത്ത് ജനാസ വിളിച്ചു പറയുന്നു, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകൂ, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകൂ എന്ന് പറയും. അല്ലാഹു അത്തരക്കാരെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഇൻ കാനത്തു ഗൈറ സാലിഹ, എന്നാലോ ഒരു സ്വാലിഹല്ലാത്ത ഒരു മോശപ്പെട്ട വ്യക്തിയാണെങ്കിലോ, കാലത്ത് അത് വിളിച്ചു പറയുന്നു, യാ വൈലഹ ഐന യദ്ഹബൂന ബിഹാ, ഏ നാശമേ നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു. യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യരല്ലാത്ത എല്ലാവരും അത് കേൾക്കും. സ്വന്തം മകനാണ് ഉമ്മയുടെ ജനാസയെ ചുമലിൽ വെച്ചിട്ടുള്ളത്. ഉമ്മ നിലവിളിക്കുകയാണ്, മകനെ ഈ എവിടുക്കാടാ എന്നെ കൊണ്ടുപോകുന്നത്? സഹിക്കാൻ കഴിയോ? നമുക്ക് താങ്ങാൻ കഴിയോ? അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, കൂട്ടരെ, ഓരോ ജനാസയും ഇങ്ങനെ പറയും എന്നുള്ളതാണ്. അങ്ങനെ എത്ര പേരെ നമ്മൾ ചുമലിൽ വെച്ചു. ആ നിലവിളി മനുഷ്യരല്ലാത്ത എല്ലാവരും കേൾക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു യഖീനോടുകൂടി തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്താ നിങ്ങൾക്ക് താമസം? വേഗം കൊണ്ടുപോകൂ എന്ന് പറയുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി നിരന്തരമായി ദുആ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, മഹ്ശറാവൻ സഭയിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരെല്ലാവരെയും റഹ്മാനായ റബ്ബ് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ പാപത്തിന്റെ ആ ഒരു അളവോർത്തുകൊണ്ട് വിഷമാവസ്ഥയിലാണ്, അല്ലേ? അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വാപ്പക്ക് ഉമ്മയെ വേണ്ട, ഉമ്മക്ക് മക്കളെ വേണ്ട, സഹോദരന് സഹോദരിയെ വേണ്ട, എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു വേദനാജനകമായ ഒരു അവസ്ഥ. ആർക്കും ആരെയും വേണ്ട, അല്ലേ? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് പറഞ്ഞല്ലോ എല്ലാവരും പറന്നപടിയാണ് അവിടെ ഹാജരാക്കപ്പെടുക. അങ്ങനെ പറഞ്ഞാൽ എന്താ? നഗ്നരായിട്ടാണ്. അപ്പൊ മഹദി ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാണമാവില്ലേ? അപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? ആയിഷ, അന്ന് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കാര്യം ഉണ്ടാകുന്നുണ്ട്. വേറൊരാളുടെ നഗ്നത കണ്ടു നിൽക്കാനുള്ള ഒരവസ്ഥയേ അല്ല. ഓരോ മനുഷ്യനും അവനവൻ ശുഗലിലാണ്, അവനവൻ തിരക്കിലാകും. പിന്നെ എങ്ങനെ മറ്റൊരാളെ മൈൻഡ് ചെയ്യാൻ കഴിയുക? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ ഒരു അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവര്. അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണല്ലേ, പലപ്പോഴും നമ്മളൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്, പാപങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ, നമ്മളുടെ ഒരു സ്വാധീനങ്ങളുടെ ഒരു വലയത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വയൗമ യഅല്ലു ളാലിമു അലാ യദൈഹി, ഒരു അക്രമി വിരൽ കടിക്കുകയാണ്. യഖൂലു, അവനദാ പറയുന്നു, യാ ലൈതനി ഇത്തഖൽതു മഅ റസൂലി സബീലാ, ഓ എന്റെ നാശമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ഞാൻ കേട്ടിരുന്നുവെങ്കിൽ. യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീലാ, ഇന്ന വ്യക്തിയെ ഞാൻ ചങ്ങാതിയായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അയാളുടെ വാക്ക് കേട്ടിട്ടല്ലേ ചെയ്തത്? അയാളുടെ വാക്ക് ഞാൻ കേട്ടില്ലായിരുന്നുവെങ്കിൽ, പ്രവാചകന്റെ വാക്ക് ഞാൻ കേട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവിടെ വെച്ചിട്ടാണ് വീണ്ടും വിചാരം ഉണ്ടാകുന്നത്. പക്ഷെ അതുകൊണ്ട് ഫലമുണ്ടോ പ്രിയപ്പെട്ടവരെ? യാതൊരു ഫലമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫലമില്ലാത്ത നിലവിളികളെ കുറിച്ചാണ് പറയുന്നത്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നാലാമത്തെ ഒരു നിലവിളി എന്ന് പറയുന്നത് നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വേളയാണ്. നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആ ഒരു രംഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ, ഒരവസരം കൊണ്ട ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്ത അമൽ സാലിഹാത്തുകൾ ചെയ്തു വരാമല്ല. കാര്യമുണ്ടോ?
ഇതുവരെ ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല. സമ്പത്തുണ്ട്, ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറ ചെയ്തിട്ടില്ല, സകാത്ത് കൊടുത്തിട്ടില്ല. ഒരു പാവപ്പെട്ടവനെ പോലെ തൊട്ടടുത്ത് പള്ളിയുണ്ട്, ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോഴോ ഇത് നാളെ ഉണ്ടാകും, ഞാൻ മറ്റന്നേ ഉണ്ടാകും, അടുത്ത ആഴ്ചയിൽ എന്തായാലും ഞാൻ വരാം, അപ്പോഴൊന്നും ഇൻഷാ അല്ലാഹ് ചേർത്തിട്ടില്ല. എന്നാലോ രേഖപ്പെടുത്തുന്ന ആ ഒരു വിഷയം നമുക്കെല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട ഹിസാബിന്റെ വേളയിൽ എത്തുമ്പോൾ പറയണം, ഒരു അവസാനത്തെ ഒരു ചാൻസ് കിട്ടുമോ എന്നറിയാം. അള്ളാഹു ഒന്ന് മടക്കുമോ, ഞങ്ങളെ ഒന്ന് മടക്കുമോ അല്ലാഹ് എന്ന് പറയുന്ന ഒരു അതിദയനീയമായ രംഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറയാണല്ലോ സൂറത്ത് മുൽക്ക്. ആ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മലായികത്തുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതല്ലേ. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. നരകത്തെ കുറിച്ച് പറയാണ്, തകാദു തമയ്യസു മിനൽ ഗൈൽ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. നരകം കോപം കൊണ്ട് ഇങ്ങനെ ആളി കത്തുകയാണ്. എന്നിട്ടോ അതിൽ കൂട്ടം കൂട്ടമായിട്ടാണ് നരകത്തിലേക്ക് ആളുകളെ ഇടുന്നത്. ഓരോ സംഘം വരുമ്പോഴും അതിന്റെ നദീർ, അതിന്റെ കാവൽക്കാര് ചോദിക്കുകയാണ്, അതിന്റെ കാവൽക്കാര് ഖാസിന് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, കൂട്ടരെ എന്തിനാണ് ഈ ഒരു ദുരിതത്തിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തി? അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലായിരുന്നുവോ? ഒരു താക്കീതുകാരൻ നിങ്ങൾക്ക് വന്നില്ലയോ? അപ്പൊ അവരുടെ മറുപടി എന്താ? ഇല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ല. പിന്നെയോ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഒരു മുന്നറിയിപ്പുകാരൻ, ഞങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിട്ടുണ്ട്. പക്ഷേ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹ്, ഞങ്ങൾ കളവാക്കിയില്ലേ. ആളുകൾ എത്ര നിസ്സഹായരായിട്ടാണ് ചോദിക്കുന്നത്. എല്ലാവരും ഖുർആൻ ഓതുന്നു, എല്ലാവരും വയലുകൾ വെക്കുന്നു. എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്, ഞാൻ അങ്ങനെ ആരുടെയും പാർട്ടിക്കാരനല്ല. പക്ഷെ ഒരു ലഘു ബുദ്ധി കൊണ്ട് ആലോചിച്ചു, വീടുണ്ടാക്കുമ്പോ അങ്ങനെ പറയൂ. ഒരങ്ങാടി പോയപ്പോ ഇപ്പോഴത്തെ അങ്ങാടിയുടെ ഒരു ശൈലി എന്താണ്? എല്ലാ കടക്കാരും വിളിക്കും, ഇങ്ങോട്ട് വരും. അപ്പൊ അയാൾ പറയണം, ഓൻ വിളിച്ചു ഞാൻ അവിടെയും പോയി, ഇപ്പം വിളിച്ചു ഇങ്ങോട്ടും പോയി. അങ്ങനെ നമ്മൾ പറയൂ. ദുനിയാവിന്റെ വിഷയത്തിൽ പറയൂ, നമ്മുടെ പോക്കറ്റിൽ എത്ര പൈസയുണ്ട്, അതിന് എത്ര കിലോ അരി കിട്ടും, ആ അരി എത്ര മെച്ചമുള്ളതാണോ ഒക്കെ അന്വേഷിച്ചിട്ടേ നമ്മൾ ദുനിയാവ് സെലക്ട് ചെയ്യൂ. പക്ഷെ ആഖിറം വരുമ്പോ എന്താ ഇങ്ങനെ ഒരു നിലപാട്? ഇത് അള്ളാഹു കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. അല്ല ഒന്നും അവതരിപ്പിച്ചിട്ടില്ല, ഇതൊന്നും ശരിയല്ല, ഇതിനൊക്കെ ഇപ്പൊ ആർക്കാ സമയം? അതിന്റെ പിന്നാലെ കുറെ ആൾക്കാർ അങ്ങനെ പോകുന്നു, കുറെ ആൾക്കാർ ഇങ്ങനെ പോകുന്നു, ഇതൊന്നും കിട്ടൂല. അപ്പൊ എല്ലാ ന്യായവാദങ്ങളെയും അള്ളാഹു കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്ക് വരാനുണ്ട്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ഒരിക്കലും ഇതൊരു നഷ്ടമാകരുത് നമ്മുടെ ജീവിതം. ഈ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പ്രവാചകന്മാരുടെ ജീവിതത്തെ കുറിച്ചും അവരുടെ പ്രാർത്ഥനകളെ കുറിച്ചും ഒക്കെ നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ടിട്ടുണ്ടാകും. അതിൽപ്പെട്ട ഒരു പ്രവാചകന്റെ പ്രാർത്ഥന നിങ്ങൾ കഴിഞ്ഞ പ്രാർത്ഥനകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. ഞാൻ വളരെ കുറഞ്ഞ ഒരു സമയം എടുത്തുകൊണ്ട് ആ കാര്യം പറയട്ടെ. നമ്മൾക്കിടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഒരുപാട് വസീയത്തുകൾ നൽകുന്ന ഒരു ചരിത്രമാണ് എല്ലാ പ്രവാചകന്മാരുടേതുപോലെയും യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ജീവചരിത്രം. നീനവ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന, ശിർക്ക് ചെയ്യുന്ന, അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്ന സ്വഭാവമുള്ള ആളുകളിലേക്ക്, അവരെ അള്ളാഹുവിന്റെ വഹദാനീയത്തിലേക്ക്, ഏകത്വത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആ പ്രവാചകൻ പറഞ്ഞയക്കും. പക്ഷെ ആ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കാൻ ആ സമൂഹം തയ്യാറായില്ല. അതിൽ ദേഷ്യം പിടിച്ചുകൊണ്ട് ഒരു പ്രവാചകനും പാടില്ലാത്തതാണ് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ നിയോഗിച്ച നാട്ടിൽ നിന്ന് മടങ്ങിപ്പോരുക എന്നുള്ളത്. എന്നാൽ യൂനുസ് നബി അലൈഹിസ്സലാം ആ നാട്ടുകാരോടുള്ള ദേഷ്യം കാരണം അവിടുന്ന് മടങ്ങിപ്പോന്നു. എന്നിട്ടൊരു കപ്പലിൽ കയറി. കപ്പലിന്റെ ഭാരം കാരണം അതിലത്തെ ആളുകൾ തീരുമാനമെടുത്തു, നമുക്ക് നറുക്കെടുക്കാം, കുറച്ച് ആളുകൾ അതിൽ നിന്ന് ഒഴിവാക്കണം.
അങ്ങനെ നറുക്കെടുന്ന സമയത്തൊക്കെയും യൂനുസ് നബി അലൈഹി ഇസ്ലാമയുടെ പേരാണ് കിട്ടിയത്. അവസാനം യൂനുസ് നബി അലൈഹി ഇസ്ലാമയെ കടലിലേക്ക് തള്ളുന്നു, ഒരു മത്സ്യം വിഴുങ്ങുന്നു. അങ്ങനെയുള്ള ഒരു ചരിത്രം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരമുള്ള ഒരു ചരിത്രം പറഞ്ഞതിനു ശേഷം ആ ചരിത്രങ്ങളൊക്കെ പറയുന്ന ഭാഗങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ്, അതായത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമയെ ആ മത്സ്യം വിഴുങ്ങി എന്നിട്ട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, കരയിലേക്ക് വന്നുകൊണ്ട് തുപ്പുകയുണ്ടായി. അപ്പൊ ആ ഭാഗം വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല അതിൽ നിന്ന് കുറെ ദുറൂസുകൾ, കുറച്ച് പഠനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരമാണ് സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ അതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്, ഈമാനുള്ള ആളുകൾ മനസ്സിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതം ക്രമപ്പെടുത്തുന്ന ആളുകളെ അള്ളാഹു കുടുങ്ങാൻ സമ്മതിക്കൂല എന്നുള്ളത് നമുക്കൊക്കെ ഏറ്റവും ആവേശം കിട്ടുന്ന ഒരു ഭാഗമാണ്. ഈമാനുള്ള ആളുകൾക്ക് അവരെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല പ്രയാസപ്പെടുത്തുകയില്ല. എല്ലാ വഴികൾ അടഞ്ഞാലും ഒരു വഴി അവന് വേണ്ടി അള്ളാഹു തുറന്നു വെക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പാഠം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല ആ ചരിത്രം പറയുമ്പോൾ ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, അദ്ദേഹം ആ പ്രവാചകൻ എന്തായിരുന്നു, നിരന്തരമായി തസ്ബീഹ് ചെയ്യുന്ന ആളുകളായിരുന്നു, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തസ്ബീഹ് നടത്തുന്ന ആളല്ലായിരുന്നുവെങ്കിൽ അന്ത്യനാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹത്തിന് കഴിയേണ്ടി വരുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ കാണാൻ കഴിയും. ഇപ്പൊ ബദറിൽ അങ്ങനെ ഏറ്റുമുട്ടി നിൽക്കുകയാണ്. എന്താണ് ഏറ്റുമുട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ കുറഞ്ഞ ആളുകൾ, 313 ആളുകൾ. അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാ സന്നാഹങ്ങളും റെഡിയാണ്, കളിയും തമാശയും എല്ലാം ഉണ്ട് അവരുടെ പക്കൽ. പക്ഷെ നോക്കുമ്പോഴോ തന്നെ വിശ്വസിച്ചുകൊണ്ട് തന്റെ കൂടെ വന്ന 300 ചില്ലറ സഹാബികൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്, സുജൂദിൽ കിടന്നു പ്രാർത്ഥിച്ചു, അള്ളാഹുവിനെ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥാവിശേഷം ലോകത്ത് ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഇങ്ങനെ എത്ര അവസരങ്ങൾ കാണാൻ കഴിയും. അപ്പൊ നമുക്കുള്ളൊരു പാഠം എന്താണ്, ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ യാത്ര ചെയ്യുന്ന വേളയിൽ, വെറുതെ ഇരിക്കുന്ന വേളയിൽ നമ്മുടെ നാവുകൾ ദിക്റുകളെ കൊണ്ട് സമ്പന്നമാകണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചരിത്രം നമുക്ക് ഓതി തന്നിട്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഒരുപാട് വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. ഏതു സമയത്തും സബർ ഉണ്ടാവുക എന്നുള്ളത്, ക്ഷമയുണ്ടാവുക എന്ന് പറയുന്നത്. എന്താ ക്ഷമ എന്ന് പറഞ്ഞാൽ, ഏതു പ്രതിസന്ധി ഘട്ടത്തിലും അതേപോലെ തന്നെ സന്തോഷത്തിന്റെ അവസരത്തിലും റബ്ബിന് നിരക്കാത്ത ഒരു പ്രതികരണമോ, അല്ലെ സാധാരണ ആളുകൾ പറയാറില്ലേ, ഞാൻ 5 നേരം നമസ്കരിക്കുന്നുണ്ട് എന്നിട്ട് എന്തേ അല്ലാഹ് എന്നോട് ഇങ്ങനെ, അത് റബ്ബിന് തൃപ്തിയില്ലാത്തതാണ്. അതിന് റബ്ബിന് തൃപ്തിയില്ലാത്ത വാക്കാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പരീക്ഷണങ്ങളിൽ ഇട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ എത്രത്തോളം അതിന് ശക്തിയുണ്ട്, ആഴമുണ്ട് എന്നുള്ളതാണ് അള്ളാഹു ജീവിതം കൊണ്ട് പരിശോധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഏതു വേളയിലും റബ്ബിന് തൃപ്തിയില്ലാത്ത ഒരു പ്രകടനങ്ങൾ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല എന്ന ഒരു ചരിത്രം കൂടി നമുക്കിത് നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ റഹ്മാനായ റബ്ബിന്റെ വിധികൾക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുകയാണ് ഇഹത്തിലും പരത്തിലുമുള്ള സന്തോഷത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് നമ്മൾ മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് ഇരു ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളെയും മുത്തഖീങ്ങളെയും നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത അവസാനം വരെ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട്, മാറാവേദനകളെ കൊണ്ട്, മാറാവ്യാധികളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർ ഞങ്ങളുടെ മാതാപിതാക്കളാണ്, ജ്യേഷ്ഠ അനുജന്മാരാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. അള്ളാഹുവെ എല്ലാവർക്കും
മാനസികവും ശാരീരികവുമായ ശിഫ നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തെ നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവേ, സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയെ നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا ارحم الراحمين. اللهم صل على محمد.